പണ്ഡിതനും ചിന്തകനും പ്രഭാഷകനുമായ സി ഹംസ സാഹിബ് മുസ്ലിം നവോത്ഥാനത്തിൽ സൂഫികളുടെ പങ്ക് എന്ന പ്രൗഢോജ്വലമായ വിഷയത്തെ അധികരിച്ച് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വ മുഅല്ലിമിൽ ബശരിയ്യത്തി വ മുൻഖിദിൽ ഇൻസാനിയ്യത്തി മിൻ ലദുൻ ഹകീം വ അലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വ അസ്ഹാബിഹി അജ്മഈൻ. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാരെ, ഇവിടെ തസവൂഫ് സംബന്ധമായ വളരെ വിസ്തരിച്ചുകൊണ്ടുള്ള വിഷയാവതരണവും അതിനെ തുടർന്നുള്ള പ്രഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സംബന്ധമായി എനിക്ക് ഒരു ശീർഷകം തന്നിട്ടുണ്ട്. അത് നവോത്ഥാനത്തിൽ സൂഫികളുടെ, ഇന്ത്യയിലെ നവോത്ഥാനത്തിൽ സംരംഭങ്ങളിൽ സൂഫികളുടെ പങ്ക് എന്ന ശീർഷകത്തെ സംബന്ധിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ ഏത് ഭാഗത്തു കൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അവിടെ ജീവിച്ചിട്ടുള്ള അനേകം സൂഫികളുടെ മഖബറകൾ, ദർഗകളൊക്കെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രബോധനം തന്നെ, ഈ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു പദമാണ്. കാരണം ഈ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ പതനം എന്നതിൻ്റെ വിപരീതമാണ്. പതനം എന്ന് പറഞ്ഞാൽ വീഴ്ചയാണ്. അപ്പോൾ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പാണ്. അപ്പോൾ നമ്മൾ നവോത്ഥാനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ എവിടെയാണ് വീട് നടക്കണമെന്ന് വെച്ചാൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കലാണ്. അതാണല്ലോ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇസ്ലാമിക സമൂഹം ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ വീണു പോകും. ആ വീണു പോകുന്ന സാഹചര്യത്തിൽ അവരെ എഴുന്നേൽപ്പിക്കുക, അതാണ് നവോത്ഥാനം. ഇപ്പോൾ ഷെയ്ഖ് ജീലാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഹിജ്റ ഒരു 5-ാം നൂറ്റാണ്ട് അതുപോലെ 6-ാം നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം വളരെ മോശപ്പെട്ടിരുന്നു. സൽജൂക്കി രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. ആ ഭരണത്തിൽ രാജാക്കന്മാർ വളരെ സുഖലോലുപരായി ഇങ്ങനെ ജീവിക്കുക, ജനങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ കഷ്ടം. ഇത്തരം സാഹചര്യത്തിൽ അധർമ്മം വളരെ വ്യാപകമായി, ഭരണതലങ്ങളിൽ തന്നെ വളരെ വൃത്തികേടുകൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ജീലാനി വരുന്നത്. എന്നിട്ട് അദ്ദേഹം ചെയ്യണത് തന്നെ എന്താ? അദ്ദേഹം 19 കൊല്ലം തീരൊന്നുമല്ലാതെ ഇടപെടാതെ തന്നെ വളർത്തുകയും പാകപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. കാരണം ഈ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ നല്ല പവർ വേണം, നല്ല ശക്തി വേണം. അപ്പോൾ നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ വേണം. കാരണം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വ്യാപകമായി നമ്മളെ അറിയാതെ പിശാച് പേപ്പിക്കും പോലെ തന്നെ, അമീദ് ഫൈസിൻ്റെ ക്ലാസ്സുകൾ കേട്ടല്ലോ, പിശാച് പേപ്പിക്കുന്നതിനേക്കാൾ വളരെ പിശാചിന് പേപ്പിക്കാനുള്ള സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിലേക്ക് നമ്മളൊക്കെ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ നാളെ ഒരു കാറിലിങ്ങനെ പോകുമായിരുന്നു, ഒരു ഉസ്താദിൻ്റെ കൂടെ, ഇവിടെയുള്ള ഉസ്താദുമാരൊന്നുമല്ല, ഒരു ഉസ്താദിൻ്റെ കൂടെ. അപ്പോൾ ആ ഉസ്താദ് അങ്ങനെ വളരെ മോശമൊന്നുമല്ല. ഏതായാലും മൂപ്പര് കാറിലിങ്ങനെ പോണ സമയത്ത് മൂപ്പര് മൊബൈൽ വെല്ലടിച്ചു. മൂപ്പര് ഹലോ ഞങ്ങൾ പള്ളിക്കൽക്ക് നിസ്കരിച്ചാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞു ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. നമ്മൾ നിസ്കരിച്ചാൻ കയറിയിട്ടില്ലല്ലോ, നിങ്ങൾ കയറിയെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. അല്ല, അതിപ്പോൾ നമ്മൾ പള്ളിക്കാണ് പോകുക തന്നെയല്ലേ ചോദിച്ചു. അല്ലെങ്കിൽ പറഞ്ഞത് പോവുക എന്നല്ല, പള്ളിക്കൽ കയറിയിരിക്കുക നിങ്ങൾ പറഞ്ഞു. അതിപ്പോൾ ഏതായാലും ഇപ്പോൾ എത്തുമെന്ന് ഉറപ്പല്ലേ, ഉറപ്പ് ആയ കാര്യത്തെപ്പറ്റി അള്ളാഹു തആല അത്താമൃമായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെയൊക്കെയാണ് പറഞ്ഞതാണ്. എത്തുന്നത് എങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുക? നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ദുനിയാവിൽ കൂടി പോകാനും എളുപ്പമാണ്, ആഖിറത്തിലേക്ക് എത്താനും എളുപ്പമാണ്. രണ്ടിനും പറ്റുന്ന കാറാണല്ലോ ഈ പോണത്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് പോണത്. പിന്നെ നിങ്ങൾ എത്തുന്ന എങ്ങനെ ഉറപ്പിക്കുക? മൂപ്പര് പറഞ്ഞു, എന്താ കാട്ടുകയാണ് പറഞ്ഞു പോയി. അപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത്? മൂപ്പര് നുണ പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആളും പ്രസംഗിക്കുന്ന ആളും ക്ലാസ് എടുക്കുന്ന ആളും ഒക്കെ തന്നെ
പക്ഷേ ഈ സാധനം കീസിലുണ്ടായാൽ പറഞ്ഞു പോവും, അങ്ങോട്ട് അറിയാതെ പറഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ ഓരോ ഉപകരണങ്ങളും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ വളരെ ശക്തമായി ആർക്കും പിടിച്ചാൽ കിട്ടാത്ത കോലത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. അത്തരം സാഹചര്യത്തിൽ ഈ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നല്ല മനഃശക്തി വേണം. അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതുപോലെ ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തത് തൻ്റെ മുറാഖബയിലും തൻ്റെ മുഹാസബയിലും അതിലൊക്കെ വ്യാപൃതനായി തന്നെ പാകപ്പെടുത്തുക ചെയ്യണം. ആ സമയത്ത് അദ്ദേഹം കല്യാണം പോലും കഴിക്കാതെ ഒരു 19 വർഷം വയസ്സുവരെ അദ്ദേഹം കല്യാണം പോലും കഴിക്കാതെ തന്നെ പാകപ്പെടുത്തുകയാണ്. അത്ര ശക്തി വേണ്ടിയിരുന്നു അന്നത്തെ വ്യവസ്ഥിതിയിൽ ഇടപെടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കൊക്കെ എത്രമാത്രം സ്വാധീനം നേടാൻ സാധിച്ചു നിങ്ങളൊക്കെ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ഓരോ പ്രഭാഷണത്തിലൊക്കെ 700 ആളുകൾ, 7000 ആളുകൾ, 70,000 ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വരിക. അന്നാണെങ്കിൽ മൈക്കും ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോട്ടീസ് ഒട്ടിച്ചാൽ നോട്ടീസ് ഒട്ടിച്ചിട്ട് പലയിടത്തും ഒട്ടിച്ചുകൊണ്ട് ആളെ വിളിച്ചു വരുത്താനുള്ള സൗകര്യമല്ല, അനൗൺസ്മെൻറ്റ് നടത്തിയുകൊണ്ട് അതിനുള്ള സൗകര്യമല്ല, മൊബൈലിൽ കൂടി മെസ്സേജ് കൊടുത്തുകൊണ്ട് വരുത്താനുള്ള സൗകര്യമില്ല. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ 70,000 ആൾക്കാരൊക്കെ കൂടുന്നത്. അപ്പോൾ സ്വാധീനമാണത്. കാരണം മനഃശക്തി ഉണ്ടെങ്കിൽ, മനസ്സ് സംശുദ്ധമാണെങ്കിൽ, ആ മനസ്സിൽ അതിന് മാത്രമല്ല ഇലാഹിയായിട്ടുള്ള പവർ ഉണ്ടാകുമ്പോഴേ ആകർഷകത്വം ഉണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നു പോകും ആളുകൾ, ക്ഷണിക്കാതെ തന്നെ വന്നു പോകും. അതാണ് ഷെയ്ഖ് ജീലാനിയുടെ ചരിത്രത്തിലുണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം പ്രബോധനം ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെയാണ്. അത് നമ്മൾ ഡൽഹിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ കൂടി മറ്റ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കൂടി നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, എണ്ണി പറയാൻ സാധിക്കും. വലിയ വലിയ പേരുകൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഇപ്പോൾ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ഷെയ്ഖായിട്ടുള്ള ഉസ്മാൻ ഹാറൂനി, അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിട്ടില്ല, പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മൊയ്നുദ്ദീൻ ചിശ്തി, അതുപോലെ അലി ഹുജൂരി, ബഖ്തിയാർ ഖാക്കി, സക്കരിയ മുൽത്താനി, ഫരീദുദ്ദീൻ ശക്കർഗഞ്ച്, അതുപോലെ അതാഉദ്ദീൻ ഖലീരി, നിസാമുദ്ദീൻ ഔലിയ, കലന്തർ പാനിപ്പട്ടി, നസീറുദ്ദീൻ ചിറാഗ് ദില്ലി, അമീർ ഖുസ്രു, ബാഖി ബില്ല, നഖ്ഷബന്ദി, മുജദ്ദിദ് അൽഫസാനി, അതുപോലെ ഷെഹ്ബാർ ബഗൽപൂരി, സർമദ് ഷഹീദ്, അതുപോലെ അതേപോലെ തന്നെ വസീലുർ റഹ്മാൻ മുറാദാബാദി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതുപോലെ ഇവിടെ നമ്മൾ ഈ ഏർവാടിയിൽ പോയാലുണ്ടാവും. ഏർവാടിയിലെ അവിടെ മറവിട്ടിട്ടുള്ള ആൾക്കാർ അത്തരം അങ്ങനെ എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള സൂഫി വര്യന്മാർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ എന്ത് സ്വാധീനമാണ് ഇന്ത്യ രാജ്യത്ത് നേടിയത്? ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കേണ്ടായി പ്രബോധനത്തിൽ തന്നെ. രണ്ടാമതാണ് നവോത്ഥാനത്തിൻ്റെ പങ്ക് വരുന്നത്. ആദ്യമായി നമ്മുടെ മൊയ്നുദ്ദീൻ ചിശ്തി എന്നവർ ഇവിടെ ഇന്ത്യ രാജ്യത്ത് വരുത്തിയിട്ടുള്ള അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിലൂടെയുള്ള ദർശനം കൊണ്ട് അദ്ദേഹം മദീനയ്ക്ക്, അദ്ദേഹത്തിൻ്റെ നാട് പേർഷ്യയിലാണല്ലോ, നിഷാപൂർ, അവിടെ സിജിസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് വിജ്ഞാനമൊക്കെ ആർജിച്ചതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അതുപോലെ അദ്ദേഹം ഉസ്മാൻ ഹാറൂനിയുടെ അടുക്കൽ പോയി ബയ്യത്തൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ മക്കയിലും മദീനയിലൊക്കെ വിസിറ്റ് നടത്തിയ സമയത്ത് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദർശനം നൽകി ഇന്ത്യ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ട് അവിടെ പലയിടത്തും അദ്ദേഹം സഞ്ചരിക്കേണ്ടായി. അങ്ങനെ സഞ്ചരിച്ച് അവസാനമാണത്. കാരണം അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടെ നേരത്തെ ഇന്ത്യ രാജ്യത്തും ഇസ്ലാമിക മുസ്ലിം പടയാളികൾ ഇന്ത്യ രാജ്യത്ത് എത്തിയിരുന്നു. നമുക്കറിയാം മുഹമ്മദ് ബിൻ ഖാസിമിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മറ്റുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഗോരികളെ സംബന്ധിച്ച്, ഗസനവികളെ സംബന്ധിച്ച്, മുഗളന്മാരെ സംബന്ധിച്ച് ഇവരൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയെങ്കിലും അവർ മുഖേനൊന്നും ഇസ്ലാമിക പ്രചരണം ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക പ്രചരണം എന്ന താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരൊക്കെ രാജ്യം പിടിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷേ ഇവരാരും ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ പങ്കുവഹിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഖാജ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പല മുസ്ലിം ഭരണാധികാരികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു മുഹമ്മദ് യാദുകാർ എന്ന പേരിലൊരു പ്രദേശത്തിൻ്റെ ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ വേറെ യുക്തിവാദികളുണ്ടായിരുന്നു. സിയാവുദ്ദീൻ എന്ന പേരിലുള്ള ഒരു യുക്തിവാദി അദ്ദേഹത്തെ കണ്ട് സംഭാഷണം നടത്തിയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നോ വാങ്ങിക്കഴിച്ചതിനെ തുടർന്ന് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ യുക്തിവാദം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ട് മാറി. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെ പറ്റി ഡൽഹിയിൽ കൂടി നമ്മളൊന്ന് സഞ്ചരിച്ചാൽ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പിന്നെ ഖാജ പിന്നെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി, അതുപോലെ പിന്നെ എന്താ ചിറാഗ് ദില്ലി, നസീറുദ്ദീൻ ചിറാഗ് ദില്ലി, ഇതൊക്കെ ഡൽഹിയിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ദർഗകൾ, നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹത്തിൻ്റെ ദർഗയിൽ ചെന്നാൽ അങ്ങനെ ഇവരൊക്കെ തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഇസ്ലാമിൻ്റെ പ്രബോധനമാണ് അവർ നടത്തിയത്. പിന്നെ ഓരോരുത്തർക്ക് ശേഷം പിന്നീട് അവരെ തുടർന്ന് ഓരോ ഷെയ്ഖുമാരായിട്ട് ഇങ്ങനെ ചരിത്രത്തിൽ പരമ്പരാഗതമായിട്ട് വന്നു വരാം. ഏതായാലും അവർ ഇന്ത്യ രാജ്യത്ത് ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഭരണരംഗത്തൊന്നും അവരെടുത്ത് ഉണ്ടാവില്ല. പക്ഷേ ഭരണാധികാരികളുടെ മേൽ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ മേൽ സ്വാധീനം ഉണ്ടായിരുന്നു. പലപ്പോഴും മുഗൾ ചക്രവർത്തിമാരെല്ലാവരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ അത് മുസ്ലിങ്ങളെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ, കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റഹ്മത്ത് എല്ലാവർക്കും ബാധകമാണല്ലോ. ശരീഅത്താണല്ലോ ശരീഅത്ത് മുസ്ലിങ്ങൾക്കാണല്ലോ ബാധകം. ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്കാണല്ലോ ശരീഅത്ത് ബാധകമായിട്ടുണ്ടാവുക. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റഹ്മത്ത് ഉണ്ടല്ലോ, അതെല്ലാവർക്കും ബാധകമാണല്ലോ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബാധകമാണല്ലോ. അതുകൊണ്ടല്ലേ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ സഫ്വാൻ ഇബ്നു ഉമയ്യ, ചരിത്രങ്ങൾക്ക് അറിയുന്നതായിരിക്കും, സഫ്വാൻ ഇബ്നു ഉമയ്യ മക്കം ഫത്തഹിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര പേടി, എന്തൊക്കെ സംഭവിക്കാൻ പോണതെന്ന്. കാരണം ഇസ്ലാമിക മക്കീ മദീനയ്ക്ക് ഉൾപ്പെട്ട പ്രദേശങ്ങളൊക്കെയും ഇസ്ലാമിൻ്റെ ആധിപത്യത്തിൽ വന്നിരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിൽ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോണതെന്ന് അറിയില്ല. അങ്ങനെ സഫ്വാൻ ഇബ്നു ഉമയ്യ ഓടിപ്പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടിമ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, പിന്നെ നമ്മളെ മുതലാളി ഓടിപ്പോയിക്കാണ് നിങ്ങളെ പേടിച്ചിട്ട്, അങ്ങോട്ട് വരാൻ പേടിയാണ് കാരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ അവനോട് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യൂല, പിന്നെ അമ്മിന് നൽകുക, അഭയം നൽകുക, അങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ പിന്നെ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഫ്വാൻ ഇബ്നു ഉമയ്യ വേലക്കാരൻ എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെ വരാൻ ധൈര്യമൊന്നുമില്ല, എന്തെങ്കിലും ലക്ഷണം കൊണ്ടുപോവാ, ഇജ്ജ് പറഞ്ഞത് വിശ്വസിച്ചാണ് ഞാനോട് വരുമൊന്നുമില്ല, എന്തെങ്കിലും ലക്ഷണം അവിടുന്ന് വാങ്ങിക്കൊണ്ടിരായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ നമ്മളെ മുതലാളി നിങ്ങൾ അങ്ങനെ പറഞ്ഞാണ് വരൂല, എന്തെങ്കിലുമൊക്കെ അടയാളം വേണം എന്നാലേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലീകെട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ സഫ്വാൻ ഉമയ്യക്ക് തലീകെട്ട് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ ഞാൻ വരാറുണ്ട്. അങ്ങനെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാനൊന്നും പറ്റൂല, ഞാൻ കുറച്ച് ഒരു 2 മാസം ഇങ്ങനെ നടക്കട്ടെ, ഒരു 2 മാസത്തിൽ ഇങ്ങനെ നടക്കട്ടെ, എന്നിട്ട് എന്താ മനസ്സിലായിട്ട് നോക്കട്ടെ, ഇസ്ലാം അങ്ങനെ സ്വീകരിക്കാനൊന്നും പറ്റൂല പറഞ്ഞു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 2 മാസമല്ല 4 മാസം നടന്നു പറഞ്ഞു. 4 മാസം നടന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ ഹുനൈൻ യുദ്ധത്തിനടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇസ്ലാം സ്വീകരിക്കാതെ സഫ്വാൻ ഇബ്നു ഉമയ്യ ഹുനൈൻ യുദ്ധത്തിലടക്കം പോയി. ഹുനൈൻ യുദ്ധത്തിലൊക്കെ പോയതിന് ശേഷം പിന്നീട് ജയറാന എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ആധിപത്യത്തിൽ വന്നിരിക്കുകയാണല്ലോ മക്കം ഫത്തഹിന് ശേഷം. അങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂമിയുണ്ട്, നല്ല പച്ച പിടിച്ച പ്രദേശം. ആ പ്രദേശത്ത് കൂടി കുറേ ആടുകൾ മേഞ്ഞെടുക്കുന്നുണ്ട്. ആ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരുണ്ട്. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല രസമുള്ള സ്ഥലം, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം, നിറയെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ. ഇത് കണ്ടപ്പോൾ കുറച്ച് ദീർഘനേരം ഇങ്ങനെ നോക്കി. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കണത് ചോദിച്ചു. നല്ല രസമുള്ള സ്ഥലം, കണ്ടപ്പോൾ അല്ലാതെ താല്പര്യം തോന്നുന്ന, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് പറഞ്ഞു. അണക്ക് വേണോ ചോദിച്ചു. കിട്ടിയ തിരക്കടൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നാൽ ചെയ്ത് എടുത്തു പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, നിങ്ങൾ നബി തന്നെയാണ് പറഞ്ഞു, എനിക്ക് യാതൊരു സംശയമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നബിക്കല്ലാതെ കഴിയൂല, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒപ്പം തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അങ്ങനെ നടന്നു എന്നുള്ള ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതുപോലെ ഇസ്ലാമിൻ്റെ റഹ്മത്തുണ്ടല്ലോ, ആ റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് എല്ലാവർക്കും ബാധകമാണല്ലോ. ആ റഹ്മത്ത് വളരെ വിശാലമല്ലേ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പോയിട്ട് ഇങ്ങനെ പോരുമ്പോൾ ഒരു വഴിക്ക് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരോടൊക്കെ ഉണ്ട്, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സ്ത്രീ. അപ്പോൾ റസൂലിനെ പരിചയമല്ല, പിന്നെ റസൂലിന് അങ്ങോട്ടും ആളെ പരിചയമല്ല. അവർ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ ജനക്കൂട്ടത്തിൻ്റെ നേരെ ചൂണ്ടിയിട്ട് അത് ആരാണ്, മൻഹും ആരാണെന്ന് ചോദിച്ചു. ഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോൾ എന്നിട്ട് ഒരു സ്ത്രീ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, ഒക്കത്ത് കൂട്ടിനങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ തീ ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് മാറ്റിപ്പിടിക്കും. അപ്പോൾ വീണ്ടും തീ ആളിക്കത്തുമ്പോൾ മാറ്റിപ്പിടിക്കും. അങ്ങനെ റസൂലിൻ്റെ ഇരത്ത് വന്നിട്ട് പറഞ്ഞു, അന്ത റസൂൽ, അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു. ബല, ഞാൻ തന്നെ റസൂൽ ആയിരുന്നു. പിന്നെ അലൈഹിസ്സല്ലാഹു അർഹമ ബി ഇബാദിഹി, അള്ളാഹു അവൻ്റെ ദാസന്മാരോട് കരുണുള്ളവനല്ലേ എന്ന് ചോദിച്ചു. ആ കരുണുള്ളവനാണ്. അലൈഹിസ്സല്ലാഹു ബി അർഹമ ബി ഇബാദിഹി
ബിഹി മിനൽ ഉമ്മി ഈ ബലദിഹ. ഒരു ഉമ്മാക്ക് ആ ഉമ്മാൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അള്ളാഹുവിന് അവൻ്റെ ദാസന്മാരോട് കാരുണ്യം സ്നേഹമൊക്കെ അല്ലേ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, ആ തുൽക്കില്ലുമു വലദഹ ഫിന്നാരി. റസൂൽ തന്നെ കൊടുക്കുന്ന ചോദ്യമല്ലേ, ആ തുൽക്കില്ലുമു വലദഹ ഫിന്നാരി. ഒരു ഉമ്മ കുഞ്ഞിനെ തീയിലെറിയോ? പിന്നെ എന്തിനാ മനുഷ്യന്മാർ അള്ളാഹുത്തല നരകത്തിലിടുന്നതല്ലേ ഇതിൻ്റെ അർത്ഥം? ചോദ്യം ചില്ലറ ചോദ്യമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തല താഴ്ത്തിയിരുന്നു. തല താഴ്ത്തിയിട്ട് റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുൽഖി ഫിന്നാരി ഇല്ലൽ മാരിദൽ മുതകബ്ബിറ അല്ലദീ യതകബ്ബറു യസ്തക്ബിറു അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഇടല് മഹാധിക്കാരിയായിട്ടുള്ള അഹങ്കാരം മുഖേന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പോലും മനസ്സ് വരാത്തെ അത്തരത്തിലുള്ള ധിക്കാരിയായിട്ടുള്ള ആൾക്കാരെ അള്ളാഹു തആല നരകത്തിലിടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റി ആ സ്ത്രീക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ നമ്മളെപ്പോലത്തെ പാവങ്ങളൊന്നും നരകത്തിലിടാനുള്ളതല്ല. അള്ളാഹു തആല മാരിതായിട്ടുള്ള മുത്തമരീതായിട്ടുള്ള മുസ്തക്ബിറായിട്ടുള്ള അള്ളാഹുവാണ് ഇലാഹ് എന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വെളിപ്പെടുത്തിയിട്ട് പ്രപഞ്ചം മുഴുവൻ സാക്ഷ്യം വഹിച്ചിട്ട് തൻ്റെ സ്വന്തം ശരീരം സാക്ഷ്യം വഹിച്ചിട്ട് തൻ്റെ സ്വന്തം അനുഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചുറ്റുവട്ടത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും ലക്ഷണങ്ങളും തെളിവുകളും പരന്നു കിടന്നിട്ട് എന്നിട്ടൊന്നും അള്ളാഹിനെ മനസ്സിലാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അഹങ്കാരം മുഖേന അതിന് തയ്യാറാവാത്ത അങ്ങനത്തെ ഒരു അള്ളാഹു തആല നരകത്തിലിടാന്ന്. അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റി പഠിപ്പിക്കുന്നതാണുള്ളത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റഹ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റഹ്മത്ത് അത് എല്ലാവർക്കും ബാധക. ആ റഹ്മത്ത് ഔലിയാക്കന്മാരുടെ അടുത്തും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഹുബ്ബ് മവദ്ദത്ത് എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിച്ചത് അല്ലേ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തല്ലോ. അതെന്താ, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ മാഹും ബി അംബിയാ വലാ ശുഹദാ ബൽ യഗ്ബിതുഹുൽ അംബിയാ വശുഹദാ ബിമകാനിഹിം ഇൻദല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊക്കെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കാം. ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ, അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്, ചില മനുഷ്യന്മാർ, മാഹും ബി അംബിയാ വലാ ശുഹദാ, അവർ അംബിയാക്കന്മാരും അല്ല ശുഹദാക്കളും അല്ല. ബൽ യഗ്ബിതുഹുൽ അംബിയാ വശുഹദാ ബിമകാനിഹിം ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനം കണ്ടിട്ട് അംബിയാക്കന്മാരും ശുഹദാക്കളും പോലും കൊതിച്ചു പോകുന്ന, അവർ ആഹ്ലാദ ചിത്തരാവും കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ അംബിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും പോലും കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള ചില ദാസന്മാരുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് നവദ്ദുഹും, അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് അവരെ? ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കണമല്ലോ, ഔലിയാക്കന്മാരെ സ്നേഹിക്കണോ ഇല്ലേ എന്നാണ് ഈ പറയുന്നത്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ്? നവദ്ദുഹും, ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാ അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലി യതആതൂനഹ വല്ലാഹി ഇന്നഹും നൂർ വഇന്നഹു അലാ മനാബിറ മിൻ നൂരിൻ ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ് വലാ യഹ്സനൂന ഇദാ ഹസനന്നാസ് ഇൻ ശിഅ്തും ഫതലൗ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത് ആരാണത്? ഹും ഖൗമുൻ, ആരാണ്? അള്ളാഹുവിൻ്റെ ഈ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ശുഹദാക്കളും പോലും അവർക്ക് പോലും കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള മഹത്തായ പദവി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് ആര് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഹും ഖൗമുൻ, അവർ ഒരു വിഭാഗമാണ്. നമ്മളെ നാട്ടിലെ മുജാഹിദീങ്ങളും ജമാഅത്തിനും ഉൽപ്പതിഷ്ണുവാദികളൊക്കെ പറയും അള്ളാഹു പിന്നെ അങ്ങനെ ഔലിയാക്കന്മാർ പറഞ്ഞിട്ടൊരു കൂട്ടക്കാരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഹും ഖൗമുൻ, അതൊരു കൂട്ടക്കാരാണ് ഇല്ല എന്നാണല്ലോ പറയാം. എല്ലാവരും ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ തഖ്വയുള്ളവരൊക്കെ തന്നെയാണെന്ന് പറയലില്ലേ. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ തഖ്വയുള്ളവരൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാണ്, അല്ലാതെ അങ്ങനെ ഒരു കൂട്ടക്കാരൊന്നും ഇല്ല എന്നായി കൂട്ടക്കാർ പറയാം അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ തഖ്വയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുമ്പിൽ വന്നുകൊണ്ട് പിന്നെ എല്ലാവരും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ തന്നെ തഖ്വയുള്ളവരൊക്കെ. ഇതിനോട് വർത്താനം പറയാൻ പറഞ്ഞാൽ എനിക്കെന്നെ ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓങ്ങി പേടിച്ച് പോവുകയും ചെയ്യും. ഔലിയാക്കന്മാരുടെ ലക്ഷണം എന്താ? അലായിന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഖൗഫും ഹുസ്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനും പേടിച്ച് പോകണമെന്ന് തഖ്വയുണ്ടല്ലോ അല്ലേ. തഖ്വയുണ്ടായിട്ടും പേടിച്ച് പോയാണല്ലോ ചെയ്യണത് നമ്മൾ കയ്യോങ്ങുമ്പോഴേ. അപ്പോൾ എന്താ, അപ്പോൾ ഔലിയാക്കന്മാർ പറഞ്ഞൊരു കൂട്ടരില്ല എന്ന് പറയണു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഹും ഖൗമുൻ, അതൊരു കൂട്ടരാണ്. എന്താ അവരുടെ ലക്ഷണം? തഹാബ്ബൗ ബിറൂഹില്ല, അള്ളാഹുവിൻ്റെ റൂഹിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലേ, ഇലാഹിയായിട്ടുള്ള ചൈതന്യത്തെ മുൻനിർത്തിക്കൊണ്ട് സ്നേഹിക്കണവരാണ്, പരസ്പരം സ്നേഹിക്കണവരാ. അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവർക്കിടയിൽ പിന്നെ രക്തബന്ധമോ വല അംവാലി യതആതൂനഹ, സാമ്പത്തികമായ കൊള്ളക്കൊടുക്കളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധമൊന്നും
ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റൂഹിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മഹബത്തുള്ളവരെന്ന. അപ്പോൾ സ്നേഹം, മഹബത്ത് എന്നത് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആ ഒരു ഗുണം തന്നെ റൗഫത്ത്, മഹബത്ത് ഒക്കെ അവരിലുണ്ടാവുന്നത്. അതാണ് അവരുടെ അടിസ്ഥാനം തന്നെ. നമ്മളെ നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ, അദ്ദേഹം കവിയായിരുന്നു. നിസാമുദ്ദീൻ ഔലിയ വലിയ കവി. അദ്ദേഹത്തിൻ്റെ കവിതകൾ, ധാരാളം കവിതകളുണ്ട്. ഹർ ഖെമാരാ രാഹ്നബൂദ് ഈസദൂരാ രാഹബാദ് ഹറാൻ കെ മാരാ രഞ്ജദാരത് ബറാഹത്ത് ബിസിയാർബാദ്. നിസാമുദ്ദീൻ ഔലിയുടെ കവിത ഹർ ഖെമാറ നമ്മളോട്, ഹർ ഖെമാറ രാഹ് നബൂ നമ്മൾ എന്നോട് സ്നേഹം കാണിക്കാത്ത, യാർ നബൂദ് എന്നോട് സ്നേഹം കാണിക്കാത്തവരോട്, എന്നോട് ചങ്ങാത്തവും സൗഹൃദവും സ്നേഹമൊന്നും കാണിക്കാത്തവർക്ക് അവർക്ക് ഈ സദൂര റാഹബാദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചങ്ങാത്തം കാണിക്കട്ടെ എന്ന്. എന്നോട് സ്നേഹം കാണിക്കാത്തവരും സൗഹൃദം കാണിക്കാത്തവർക്കും അള്ളാഹു സുഹൃത്താവട്ടെ എന്ന് പറയുന്നത്. എന്നോട് സ്നേഹം കാണിച്ചവർക്ക് അള്ളാഹു സുഹൃത്താവട്ടെ എന്നല്ല, എന്നോട് സ്നേഹവും സൗഹാർദ്ദം കാണിക്കാത്തവർക്ക് അള്ളാഹു തആല സുഹൃത്താവട്ടെ. ഹറാൻ ഖെമാറ രഞ്ജദാരത് എനിക്ക് ദ്രോഹം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരെ റാഹത്ത് ബിസിയാറുവോ അവർക്ക് പരമസുഖമായിരിക്കട്ടെ. അപ്പോൾ എനിക്ക് ദ്രോഹം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കണവന് പരമസുഖമാവട്ടെ എന്ന് പറയണേ. ആരെയും വെറുക്കാത്ത, എല്ലാവരോടും സ്നേഹം, കാരുണ്യം, അതാണ് ഔലിയാക്കന്മാരുടെ ഗുണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഗുണമാണ് ഖാജ മൊയ്തീൻ ചിശ്തിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിച്ചു വരികയായിരുന്നു. അതേപോലെ തന്നെ നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയിട്ടുള്ള സൂഫി വര്യന്മാർ ഇവരൊക്കെ തന്നെയും ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ജനങ്ങളോടുള്ള കാരുണ്യം കൊണ്ട്, പിന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ ഖാജ മൊയ്തീൻ ചിശ്തിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോട് അത്രമാത്രം അടുപ്പം, അള്ളാഹുവിനോട് അടുപ്പം എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ പ്രപഞ്ചത്തിൽ ആഷിക്ക് മഅശൂക്ക് വഇഷ്ക് ഹസ്തന അള്ളാഹുവിനോടുള്ള ബന്ധം അങ്ങനെ ആഷിക്കും മാഷുക്കും ഇഷ്കൊക്കെ ഒന്ന് തന്നെ അത്രമാത്രം അടുപ്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാരുടെ എണ്ണം, അവർ ഇന്ത്യയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, ഇവിടെ തന്നെ ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ മുമ്പ് ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിസാമുദ്ദീൻ ഔലിയ വരുന്നതിൻ്റെ മുമ്പ് വളരെ കുറച്ച് രാജാക്കന്മാരും അവരെ സിൽബന്ദികളൊക്കെ ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന് വ്യാപകമായ പ്രചാരം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഖാജ മൊയ്തീൻ ചിശ്തി വരുന്നവരെ നമ്മളെ കേരളത്തിലല്ലാതെ, കേരളം അതിനൊഴിവാണ്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശ് ആ ഭാഗങ്ങളിൽ, ഡൽഹി ഭാഗങ്ങളിലൊന്നും തന്നെ ഇവർ രാജാക്കന്മാർ മുഹമ്മദ് ഖാസിം വന്നെങ്കിലും ആക്രമിച്ച് പിന്നെ യുദ്ധം നടത്തിയെങ്കിലും, അതുപോലെ ഗസനവികൾ വന്നെങ്കിലും, അതേപോലെ തന്നെ ഗോറികൾ വന്നെങ്കിലും അവരൊക്കെ മുഖേന മുഗളന്മാർ പല രാജാക്കന്മാരും വന്നു. ആ രാജാക്കന്മാർ മുഖേന ഒന്നും തന്നെ പിന്നെ ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. പക്ഷേ നിസാമുദ്ദീൻ ഇദ്ദേഹത്തിന് ശേഷം മൊയ്തീൻ ചിശ്തി എന്നവരുടെ വരവിന് ശേഷം ആണ് ഇസ്ലാമിൻ്റെ പ്രചാരം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുന്നത്. അത് ഒന്നും രണ്ടും എന്നല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ, നിങ്ങൾക്ക് അറിയുന്നതിൻ്റെ പിന്നെ ചരിത്രം ഞാൻ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു വരിക ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അത്ഭുതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അല്ലേ നിങ്ങൾ ഉദൂ ഇലല്ലാഹി അലാ ഗൈരി അൽസിനത്തുക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ നാക്കിലൂടെയല്ലാതെ ഇസ്ലാമിലേക്ക് ആളുകൾ വരുത്തുക എന്നാണ്. നാക്കിലൂടെയല്ലാതെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ട് വരുത്തുന്നതിനേക്കാൾ നമ്മുടെ ഹുലുഖ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഇസ്ലാമിലേക്ക്, അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോഴാണല്ലോ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണല്ലോ, ജീവിതം കണ്ടുകൊണ്ടാണ്. അതാണ് നമ്മൾ ഒരു പിന്നെ പെണ്ണുങ്ങളൊക്കെ പാത്രം മൂറുന്ന സമയത്ത് ആദ്യം കൈയൊന്ന് കഴുകുമല്ലോ, കൈ കഴുകിയിട്ട് പിന്നെയല്ലേ പാത്രം മൂറുക. കാരണം എന്താ, ചളിയുള്ള കൈകൊണ്ട് മോറാൻ പറ്റൂല. പാത്രത്തിൽ ചളിയുണ്ട്, പക്ഷെ കൈയൊന്നും മോറിയിട്ട് വൃത്തിയാക്കിയിട്ട് ആ വൃത്തിയുള്ള കൈകൊണ്ട് പിന്നെ പാത്രം മോറ്. കാരണം വൃത്തിയുള്ളതുകൊണ്ട് ആവണം വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ തിരുമ്പാണെങ്കിൽ നമ്മളൊക്കെ തുണിയും കുപ്പായൊക്കെ പെണ്ണുങ്ങളൊക്കെ, നമ്മളാണെങ്കിലും പെണ്ണുങ്ങളാവുമ്പോൾ എപ്പോഴും അടുക്കളയിലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെന്ന് പറയാൻ കാരണം അവരെപ്പോഴും അടുക്കളയിലേക്ക് ജോലി ചെയ്യുമ്പോൾ കൈമലൊക്കെ വൃത്തിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം സ്ത്രീകളൊക്കെ തന്നെ എന്താ ചെയ്യുക, ആദ്യം കൈയൊന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ തിരുമ്പുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ അത് വൃത്തിയാക്കണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ഒരു സിനിക്ക് അല്ലേ, സിനീസ് എന്നുള്ള സാഹിത്യത്തിൽ സിനീസ് എന്നുള്ള പേരൊരു പ്രസ്ഥാനമുണ്ട്. സിനിക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മെനക്കെട്ടൊരു കാര്യമൊന്നുമില്ല, ലോകം നന്നാവുന്നില്ല എന്ന് പറയുന്ന കൂട്ടക്കാർ, നമ്മൾ നിരാശ അല്ലേ, നിങ്ങളങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ലോകം ചെയ്യുന്ന അങ്ങനെ നേരെയാകുന്നില്ല, നമ്മളങ്ങനെ പഴുത്തിട്ട് കാര്യമൊന്നുമില്ല, ലോകം ചെയ്യുന്ന നേരെയാകുന്നില്ല. ഞാനൊരിക്കൽ ഇവിടെ പിന്നെ ഒരു സ്ഥലത്ത് ഒരു പരിപാടി സംബന്ധിക്കാൻ പോയി. അപ്പോൾ അവിടെ ഈശ്വരവിശ്വാസികളും നിരീശ്വരവിശ്വാസം എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു.
പ്രസംഗിച്ച കൂട്ടത്തിൽ വൈദ്യരുണ്ടായിരുന്നു. അയാൾ നിരീശ്വരവാദിയാണ്, അയാൾ നാടൻ വൈദ്യനാണ്. അപ്പോൾ അയാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മതവിശ്വാസികൾ എത്ര കാലമായി ഇങ്ങനെ പ്രസംഗം വയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ലോകം പിന്നെയും കേടുവരല്ലേ, ഇങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെയെന്ന് ചോദിച്ചു. പിന്നെ പ്രസംഗിച്ചത് ഞാനാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളൊരു വൈദ്യരാണല്ലോ, ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ കാലമായല്ലോ അരിഷ്ടവും കഷായവും കുഴമ്പൊക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് രോഗം ഇല്ലാതാവുമല്ലോ, രോഗം പിന്നെയും കൂടി വരല്ലേ, ഇങ്ങൾക്കും ഈ പരിപാടി നിർത്തിക്കൂടെ ചോദിച്ചു. അപ്പോൾ പറയാനെന്ന് വെച്ചാൽ ഇത് നേരെയാവില്ല എന്ന് പറയുന്ന കൂട്ടത്തിലേ. അപ്പോൾ നേരെയാവില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, നേരെയാവും, എത്ര കേടുന്നാലും നേരെയാവും നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഒരാൾ നേരെയാവില്ല എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ ആ പറഞ്ഞോനാ അവന് കേടുവരുത്തിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ ആരെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല, നേരെയാവില്ല എന്ന് പറയാൻ പാടില്ല. നേരെയാവും, എല്ലാവരും നേരെയാവും. അള്ളാഹ് ഉണ്ടാക്കിയ മഖ്ലൂഖല്ലേ, എത്ര കേടുന്നാലും പടച്ചവൻ്റെ സൃഷ്ടിയല്ലേ, നേരെയാവുമെന്ന് വിശ്വസിക്കണം. അപ്പോഴല്ലേ നമ്മൾ പ്രവർത്തനങ്ങളും നടത്തുള്ളൂ. ഏതായാലും അങ്ങനെ പിന്നെ ആളുകൾ നേരെയാവില്ല എന്ന് പറയുന്ന കൂട്ടക്കാരാണ് ഈ സിനിക്കുകൾ. ഒരു സിനിക്ക് കവി ഒരിക്കൽ അദ്ദേഹം ഒരു കവിത അവതരിപ്പിച്ചു, ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കവിത അവതരിപ്പിച്ചു. കൃഷ്ണനമ്മാവൻ എന്ന കവിതൻ്റെ ടൈറ്റിൽ. കൃഷ്ണനമ്മാവൻ വലതുകാലിലെ ചെളി ഇടതുകാൽ കൊണ്ട് തട്ടിയും, പിന്നെ ഇടതുകാലിലെ ചെളി വലതുകാൽ കൊണ്ട് തട്ടിയും, പിന്നെയും വലതുകാലിലെ ചെളി ഇടതുകാൽ കൊണ്ട് തട്ടിയും, പിന്നെയും ഇടതുകാലിലെ ചെളി വലതുകാൽ കൊണ്ട് തട്ടിയും. അങ്ങനെ തട്ട് തന്നെ അപ്പോൾക്ക് പിന്നെ ഇത് തീരുമല്ലോ, വലതുകാൽ കൊണ്ട് തട്ടിയും ഇടതുകാൽ കൊണ്ട് തട്ടി. അപ്പോൾ എന്താ സംഗതി വെച്ചാൽ ചളിയുള്ള കാലം കൊണ്ടാണ് തട്ടിക്കണതേ. ചെളിയുള്ള കാലം കൊണ്ട് തട്ടിയാൽ മറ്റേ കാലും വരാവും, അതുകൊണ്ട് തുമ്മ തട്ടിയാൽ തുമ്മക്ക് പിന്നെയാവും, ഇങ്ങനെ ആകുകയല്ലേ ചെയ്യുക. അപ്പോൾ വേറൊരു കവി കയറി ചെന്ന് കണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൃഷ്ണനമ്മാവൻ്റെ കാലിൽ ഒരു കിണ്ടി വെള്ളമൊഴുക്കിയും എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചൂടായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ കാരണം ലോകം നേരെയാവില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ നേരെയാവും, വെള്ളം കട ഒഴിച്ചാൽ നേരെയാവൂലേ. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലോകം നേരെയാവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അതല്ല. ഇത് ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവരൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി, അതുപോലെ തന്നെ അത് ഞാൻ സൂചിപ്പിച്ചെന്താ വെച്ചാൽ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവരാ. അവർ പറയുന്നതിന് അവരുടെ ജീവിതം സാക്ഷിയായിരുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അത് നിസാമുദ്ദീൻ ഔലിയാൻ്റെ ചരിത്രം നോക്കിയാലും അതുപോലെ തന്നെ. അതുകൊണ്ടല്ലേ അമുസ്ലിങ്ങളടക്കം അല്ലേ സൂഫി വര്യന്മാർ പിന്നെ ഇവിടെ അജ്മീർ സന്ദർശിക്കാൻ വരാത്ത ആരുമില്ല. ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം സന്ദർശിക്കണം അല്ലേ. നരേന്ദ്രമോദി പോലും ഔലിയാക്കന്മാരെ പിന്നെ അതുപോലെ അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ മഖ്ബറ സന്ദർശിക്കാൻ വരുന്നുണ്ട്. എല്ലാവരും എത്ര മോശക്കാരാണെങ്കിലും ഈ ഭരണാധികാരികളൊക്കെ തന്നെ വരുന്നവരുടെ അടുത്ത്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ വലിയ വലിയ ഭരണാധികാരികൾ അവർ ഭരണാധികാരികളായിരിക്കാം, അവർക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ടാവും, പക്ഷേ ആ സ്പിരിച്വൽ പവർ ഉണ്ടല്ലോ, ആത്മീയമായിട്ടുള്ള ശക്തി, ആ ശക്തി ഔലിയാക്കന്മാർക്കുണ്ടായത്. ആ ശക്തി കൊണ്ടാണ് പിന്നെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ ഓരോരുത്തരെയായിട്ട് ഭരണാധികാരികളായിട്ടും അല്ലാത്തവരായിട്ടുമൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരുന്നത്. അതാണ് നിങ്ങളുടെ നാക്കിലൂടെ അല്ലാതെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് അവരിൽ ഏറ്റവും പ്രകടമായിട്ട്. ഔലിയാക്കന്മാരിലൊക്കെ അങ്ങനെ തന്നെ കാണാൻ സാധിക്കുക. നമ്മൾ അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രവർത്തനം കൊണ്ട്, അവരുടെ കുറഞ്ഞ വാക്കുകൊണ്ട്. ഇനി കേരളത്തിലേക്ക് നിങ്ങൾ വരിക, വടക്കേ ഇന്ത്യയിലത്തെ കഥ കുറേ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നേരെ പോയത് തന്നെ. പിന്നെ നസീറുദ്ദീൻ ഷിറാഖ് ദില്ലി, അതുപോലെ തന്നെ ബഖ്തിയാർ ഖാക്കി, അതുപോലെ തന്നെ പിന്നെ നിസാമുദ്ദീൻ ഔലിയാദ്, അവർ ആ ഡൽഹി പരിസരങ്ങളിൽ തന്നെ മുമ്പ് കാലത്ത് ജീവിക്കുന്നവരൊക്കെ ഔലിയാക്കന്മാർ. അതുകൊണ്ട് ഡൽഹിയിൽ ഇസ്ലാമികമായിട്ടുള്ള മാറ്റം ഉണ്ടായത്, ജനങ്ങൾ അത്രമാത്രം അവിടെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായത് കാരണം. അങ്ങനെ പിന്നീട് അവർക്കിടയിൽ സംസ്കരണ പ്രവർത്തനവും നടത്താൻ ആളില്ലാതെ വരുന്ന സമയത്ത് പിന്നെ പഴയ മാതിരി തന്നെ. അപ്പോൾ അവിടെ നവോത്ഥാനവും പ്രവർത്തനമൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട സ്ഥലമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മളെ കേരളത്തിലുള്ളവരൊക്കെ തന്നെ, കേരളത്തിലെ സംഘടന സമസ്തയും അതുപോലെ തന്നെ പിന്നെ ദാറുൽ ഹുദ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നവോത്ഥാന പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്യാനുള്ളത് എന്താ? അതാ അവർ ചെയ്തിരുന്നത് തന്നെയാണ് ആളുകൾക്ക് താലീമ്, ആളുകളുടെ തസ്കിയത്ത്. താലീമും തസ്കിയത്തും തന്നെയാണല്ലോ ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ താലീമും തസ്കിയത്തും തന്നെ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് അവരുടെ ആത്മീയമായിട്ടുള്ള സിദ്ധി, അവരുടെ കറാമത്ത്, അവരുടെ ബർക്കത്ത്, കറാമത്തൊക്കെ അവർക്കതിന് സഹായകമായി. ഇപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കി, കേരളത്തിൽ എത്ര സൂഫിവര്യന്മാർ നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ പിന്നെ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ തന്നെ നമ്മളെ അടുത്ത് തന്നെയുള്ള വീരാനോലിയ പാപ്പ. ഇങ്ങനെ അദ്ദേഹം പ്രസംഗകനൊന്നുമല്ലല്ലോ. വീരാനോലി പാപ്പ ഒരു സ്ഥലത്ത് വരും വന്നാൽ അവിടെ കുറേ ആൾക്കാർ ഇസ്ലാമിലേക്ക് ദീനിലേക്ക് വരും. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കൊന്നുമില്ല, അദ്ദേഹം പ്രസംഗകനൊന്നുമല്ല. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് തോന്നുള്ളൂ. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ചൈതന്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നു, റൂഹ് ഉൾക്കൊള്ളുന്നു. ആ അദ്ദേഹത്തിൻ്റെ റൂഹ് ആത്മീയമായിട്ടുള്ള പ്രഭ അദ്ദേഹത്തിലുള്ളത് കൊണ്ട് ആ പ്രഭയുടെ സ്വാധീനം ആളുകളിലേക്ക് പകരുക, മാത്രമല്ല കറാമത്തുകൾ പകരുക. ഇപ്പോൾ നമ്മൾ പൊട്ടച്ചെറുത്ത് നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെയല്ലേ. പൊട്ടച്ചെറിയ
കേരളത്തിൽ അൻവരിയ കോളേജ് ഉണ്ടായത് തന്നെ എങ്ങനെ അബീരാൻ ഒരു പാപ്പായിലിങ്ങനെ പോണ സമയത്ത് അണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്, ഒരു സാധാരണ ഇഴവ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് അണ്ടി എടുത്തുകൊണ്ടിരിക്കുക, പറമ്പിൽ കൂടി ഇങ്ങനെ അണ്ടി എടുത്ത് നടക്കാം. ഔലിയാപ്പാരെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ എൻ്റെ ഭർത്താവിന് തീരെ സുഖമല്ല, വയറുവേദനയാണ്, നിങ്ങളെ ഇതിനെന്തെങ്കിലും ചെയ്തു തരണം എന്നാണ്. ഔലിയാപ്പാപ്പ എന്ത് പറഞ്ഞത്, ഇസ്ലാം ദീനിൻ്റെ അത് ഒരു മഹത്തായ പദ്ധതിയാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ്, അത് യുക്തിഭദ്രമാണെന്നൊക്കെ പറയാൻ നിൽക്കല്ല. ഔലിയാപ്പാപ്പ എന്ത് ചെയ്തത്, എൻ്റെ ഔലിയാപ്പാനോട് വിവരം പറഞ്ഞപ്പോൾ ഔലിയാപ്പ എന്താ, അത് നിങ്ങളെണ്ടാളും ദീനിക്കൂടി എന്ന് പറഞ്ഞു. നിങ്ങളെണ്ടാളും ദീനിക്കൂടിക്കോളി, എന്നാ മാറിക്കോളും എന്ന് പറഞ്ഞു. രണ്ടാളും ദീനിക്കൂടി. ദീനിക്കൂടിയപ്പോൾ പള്ളിയിലെടുത്ത് മാറും ചെയ്തു. ഒരു നീണ്ട പ്രസംഗം ചെയ്തിട്ടല്ല, ഔലിയാപ്പ പറഞ്ഞു നിങ്ങൾ ദീനിക്കൂടിക്കോളി, അതാണ് പ്രതിവിധി. അങ്ങനെ ദീനിൽ രണ്ടാളും കൂടി. എന്നിട്ടാണല്ലോ പൊട്ടശ്ശേരിയിൽ അവിടുത്തെ ബീമാമ അവർക്ക് അവരോട് പറഞ്ഞ് ഇനി വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ അതിലേക്ക് നടക്കരുത്, ഇസ്ലാമിൽ വന്നാൽ പിന്നെ ചില ചിട്ടയും വ്യവസ്ഥയൊക്കെ വേണം, പിന്നെ അവർക്കൊക്കെ മറക്കണം, അതുകൊണ്ട് പിന്നെ ഇനി വീട്ടിലിരുന്നുള്ളതുകൊണ്ട് പുറത്തു കൂടി ഇറങ്ങി നടക്കരുത്, ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളം വന്നിരിച്ചു കൊടുത്തുള്ളതുകൊണ്ട് ഔലിയാപ്പോൾ അറേഞ്ച് ചെയ്തു. വെള്ളം വന്നിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം ഉണ്ടല്ലേ അൻവരിയ കോളേജ് ഉണ്ടായത്. അൻവരിയ കോളേജ് പോലും അതിൻ്റെ വരുമാനം കൊണ്ടല്ലേ ഉണ്ടായത്. എത്ര വലിയൊരു സ്ഥാപനം ആ സ്ത്രീ. അപ്പോൾ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയെ ഔലിയാപ്പാപ്പ പരിവർത്തിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു വലിയത്ത് എന്ന അവസ്ഥയിലേക്ക് തന്നെ പരിവർത്തിപ്പിച്ചത് എങ്ങനെയാണ്? ഈ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കറാമത്ത്, അത്ഭുത സിദ്ധി കൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൂഫിവര്യന്മാർ എല്ലായിടത്തും സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. വലിയൊരു സ്വാധീനമാണല്ലോ അല്ലേ ഔലിയാപ്പ എന്താ? കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യഥാർത്ഥ തൗഹീദ്, അദ്ദേഹം തസൗഫിൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും പരമമായിട്ടുള്ള അവസ്ഥ സൂഫിവര്യന്മാരുടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ ദുനിയാവിന് വിധേയപ്പെടൂല.
അവർ ദുനിയാവിന് വിധേയപ്പെടില്ല, ദുനിയാവ് അവർക്ക് വിധേയപ്പെടുക ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാ കീടങ്ങളും എല്ലാ പ്രാണികൾക്കും അവരുടെ മേൽ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഇപ്പം ഞാനൊക്കെ ചെറിയ കുട്ടിയുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഉറുമ്പ് വന്നാൽ, പേരിൽ ഉറുമ്പ് വന്നാൽ എന്താ ചെയ്യുക, അമ്മ തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ നിർച്ചേക്കും. പള്ളികൾക്ക് തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ ഉമ്മ നിർച്ചയാക്കിയ ഉറുമ്പാണ് പോവുകയും ചെയ്യും. പാമ്പൊക്കെ വരികയാണെങ്കിൽ പാമ്പ് പോകാൻ വേണ്ടി റിഫായ് ഷെയ്ഖിൻ്റെ പേരിലൊരു കോയിനെ നിർച്ചേക്കും. പിന്നെ പാമ്പ് വരില്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഉറുമ്പുകളോട് ആരെയും പറഞ്ഞത്, അവിടെ പള്ളികൾക്ക് തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ നിർച്ചയിക്കൊണ്ട് ഞാൻ പോകണ്ടെന്ന് ഇപ്പോൾ ആരും ഉറുമ്പുകളോട് പറഞ്ഞത്? അവിടെ റിഫായ് ഷെയ്ഖിൻ്റെ പേരിൽ കോയിനെ നിർച്ചയിക്കൊണ്ട് ഞാൻ പോകണ്ടെന്ന് പാമ്പിനോട് ഇപ്പോൾ ആരെയാണ് പറഞ്ഞത്? നേർച്ചയ്ക്ക്. അത് അവരുടെ ഈ നേർച്ചയ്ക്ക് ഉണ്ടാകുന്ന ഈ ഇൻഫ്ലുവൻസ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം മാത്രമല്ല, അവർ വഫാത്തായതിനു ശേഷവും അവർക്ക് ഉള്ള ആ സ്വാധീനം, അവരെ പേരിലൊരു കോയിനാണ് നിർച്ചയാക്കി പിന്നെ പാമ്പുകൾ വരാതിക്കുക. മരണാനന്തരവും അവർക്കുള്ള സ്വാധീനമാണ്. അത് കീടങ്ങളുടെ മേൽ, പ്രാണികളുടെ മേൽ, എല്ലാവരുടെയും മേൽ സ്വാധീനം ഉണ്ടെന്ന്. ഉഖബത്ത് ബിൻ നാഫി എന്നവർ ഖൈറുവാൻ എന്ന പട്ടണം, ആഫ്രിക്കയിൽ ഖൈറുവാൻ പട്ടണം ഉണ്ടാക്കിയത് എങ്ങനെ? ഉഖബത്ത് ബിൻ നാഫി എന്നവർ ഖൈറുവാൻ പട്ടണം, ആഫ്രിക്കയിൽ പട്ടണം ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലുക. അങ്ങനെ അദ്ദേഹം ചെന്ന് ഒരു പട്ടണം ഉണ്ടാക്കണം. അവിടെ ആ പട്ടണത്തിൻ്റെ സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് അവിടെ ഹിംസ്ര ജന്തുക്കളാണ്, പാമ്പുകളാണ്, സർപ്പങ്ങളാണ്, വിഷസർപ്പങ്ങളാണ് ആ പ്രദേശത്ത്. ഉഖബത്ത് ബിൻ നാഫി എന്നവരെ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, അല്ലയോ വിഷസർപ്പങ്ങളെ, അല്ലയോ ഹിംസ്ര ജന്തുക്കളെ, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആളുകളാണ്, നിങ്ങൾ ഇവിടുന്ന് പോയി തരണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പട്ടണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി അവിടെയുള്ള പാമ്പുകൾ അങ്ങനെ അരിച്ചരിച്ച് പോകൽ തുടങ്ങി, മൃഗങ്ങൾ അങ്ങനെ പോകൽ തുടങ്ങി. എല്ലാ മൃഗങ്ങളും, എല്ലാ വിഷസർപ്പങ്ങളും ഹിംസ്ര ജന്തുക്കളും നീങ്ങിപ്പോയി. ആ പ്രദേശത്ത് അന്നും ഖൈറുവാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പട്ടണം അവിടെ ഉണ്ടല്ലോ, ആ പട്ടണം ഉണ്ടാക്കിയത്. ഇന്ന് നമ്മുടെ സിവിലൈസേഷൻ എന്താ ചെയ്യുക? നമ്മുടെ മോഡേൺ സിവിലൈസേഷൻ എന്താ ചെയ്യുക? നമ്മൾ വളർന്ന് സിവിലൈസേഷൻ, നാഗരികതയൊക്കെ വളർന്നിരിക്കണു, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിരിക്കണു. നമ്മളെന്താ ചെയ്യുക? പാവപ്പെട്ട ഉറുമ്പുകളെ കീടനാശിനി ഉപയോഗിച്ചാണ് കൊല്ലുക ചെയ്യുക. ഓരതല്ല ചെയ്തിരുന്നത്, ഒരു പറഞ്ഞയക്ക ചെയ്തിരുന്നത്, ജീവനോടെ പറഞ്ഞയക്ക ചെയ്തത്. ഏത് നാഗരികതയെ മുന്തിയത്? ആ ഈ നാഗരികതയെ മുന്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കിനി. നമ്മൾ നാഗരികമായിട്ട് നമ്മൾ വളർന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളർന്നു. അപ്പോൾ നമുക്ക് കീടനാശിനികൾ കിട്ടി. അങ്ങനെ ആ കീടനാശിനി കൊണ്ട് പിന്നെ അങ്ങോട്ട് ക്രൂരമായിട്ട് കൊല്ലുക ചെയ്യുക. അതേസമയത്ത് ഔലിയാക്കന്മാരെ കറാമത്തുകൊണ്ട് വരാണ് പോവുക ചെയ്യുക. ഒന്നും ചെയ്യാതെ, നമ്മളൊന്നും ചെയ്യേണ്ട, നേർച്ചയാക്കിക്കൊണ്ട് വരാനാണ് പോയിക്കോളും. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മോഡേൺ സിവിലൈസേഷൻ, ആധുനിക നാഗരികതയിൽ നമ്മൾ ക്രൂരന്മാരായി മാറുക ചെയ്യുന്നത്. സിവിലൈസേഷൻ മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ക്രൂരന്മാരാകുക. ഔലിയാക്കന്മാരെയും കറാമത്തിൻ്റെയും വശത്തെക്കുമ്പോൾ നമ്മൾ കരുണയുള്ളവരായിരിക്കും ചെയ്യുക. അതാ വ്യത്യാസം. അതാ ഉഖബത്ത് ബിൻ നാഫി എന്നവർ ചെയ്തത്. അല്ലയോ വിഷസർപ്പങ്ങളെ, നമ്മളാണ് ഈ പരിസരത്ത് പട്ടണം ഉണ്ടാക്കണം വെച്ചാൽ മോഡേൺ നാഗരികത എന്താ ചെയ്യുക? അവിടെ ചെന്നിട്ട് വെടിവെച്ച് കണ്ട ഐറ്റങ്ങളൊക്കെ കൊല്ലും, അല്ലെങ്കിൽ ആട്ടി പറഞ്ഞേക്കും. അങ്ങനെ ആട്ടി പറഞ്ഞേക്കുക ചെയ്യുക, ആയുധം ഉപയോഗിച്ച് പറഞ്ഞേക്കുക ചെയ്യുക. അതാണ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ. അതാ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള സ്വാധീനം. ആ സ്വാധീനത്തിന് പ്രാണികളുടെ മേൽ, കീടങ്ങളുടെ മേൽ, സർപ്പങ്ങളുടെ മേൽ, ഹിംസ്ര ജന്തുക്കളുടെ മേലൊക്കെ സ്വാധീനമുള്ളതാണ് അവർക്കുണ്ടാകുന്ന സ്വാധീനം. അങ്ങനെയുള്ള ഈ കഴിവാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന കഴിവ്. മോഡേൺ സിവിലൈസേഷൻ വളർന്ന് വളരെ വിസ്തൃതമായിട്ട് നമുക്കുണ്ടായ കാര്യം തങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലേ, നാഗരികത, ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങേയറ്റം വളർന്നിരിക്കണു. എന്നിട്ട് ഇപ്പം എന്താ, നമ്മൾ രോഗത്തെ പറ്റി ആലോചിച്ച് നോക്കി, നമ്മൾ ആരോഗ്യത്തെ പറ്റി ആലോചിച്ച് നോക്കി, നമ്മൾ ആയുസ്സിനെ പറ്റി ആലോചിച്ച് നോക്കി. ആയുസ് കൂടുക കുറേ ചെയ്യണത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു, സ്പെഷ്യൽ ഹോസ്പിറ്റലുകളൊക്കെ വളർന്നു, മെഡിക്കൽ സയൻസ് വളർന്നു. നമുക്ക് ആയുസ് കൂടുന്നുണ്ടോ? ആയുസ് കുറയല്ലേ ചെയ്യണത്? പണ്ട് കാലത്തുള്ള ആൾക്കാർക്കൊക്കെ ആയിരക്കണക്കിന് വർഷം ജീവിക്കാൻ പറ്റി. ഇന്ന് ആയുസ് കുറേ ചെയ്യണത്. ഇനി വല്ലയിടത്തും ആയുസ് കൂടുതലുണ്ട്. ഇതിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങൾ എത്താത്ത കൊടുത്താൽ. അട്ടപ്പാടിയിലൊരു ആദിവാസി തന്ത ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് 200 കഴിഞ്ഞു പറഞ്ഞാൽ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊന്നും അവർക്ക് വല്ലാതെ എത്താത്തതുകൊണ്ട് അവർക്ക് 200 ഉണ്ട്. പക്ഷേ എത്തിയെടുത്തുള്ള ആൾക്കാരെ, പട്ടണത്തിലേക്ക് ആൾക്കാരുടെ സ്ഥിതി എന്താ? ഇനി ആയുസ് അങ്ങനെ പോട്ടെ, ആരോഗ്യത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് ആരോഗ്യം കൂടുന്നുണ്ട്. നമുക്ക് ആർക്കും ആരോഗ്യം കൂടുന്നത്? ആരോഗ്യം കുറയാൻ ആശുപത്രി എമ്പാടും കൂടുന്നുണ്ട്, അല്ലേ? ആശുപത്രി കൂടുന്നതിൻ്റെ അർത്ഥം ആരോഗ്യം കുറയണമെന്നല്ലേ? ഇപ്പോൾ ഞാൻ പെരുന്തൽമണ്ണ ഇക്കാ പോരുന്നത്, അവിടുത്തെ ആശുപത്രിയിൽ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ആശുപത്രിയാണ്? അൽഷിഫ, മൗലാന, EMS, MES മെഡിക്കൽ കോളേജ്, പിന്നെ അപ്പുറത്ത് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി ആക്കിയിട്ട് ഉയർത്തി, പിന്നെ അപ്പുറത്ത് മുഹിയുദ്ദീൻ, എത്ര ആശുപത്രിയാണ്? ഒരുപാട് ആശുപത്രി. ഈ ആശുപത്രിയിലൊന്നും ചെന്ന് നോക്കിയാൽ തിരക്കൊഴിഞ്ഞൊരു നേരമല്ല. എപ്പോഴും ഒരു ടോക്കൺ കിട്ടണമെങ്കിൽ എത്ര കാത്തുക്കണം? ഭയങ്കരമായിട്ട് കാത്ത് നമ്മൾ ഇടങ്ങേറാവണം. അത്തരത്തിലുള്ള ആശുപത്രി ഇങ്ങനെ വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനിപ്പോൾ അടുത്ത്
ഒരു 4 ദിവസം മുമ്പ് എനിക്ക് വേങ്ങരയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. തിരക്കിൻ്റെ കഥ പറയാൻ വേങ്ങരയിൽ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് ഞാൻ എൻ്റെ ഉമ്മാൻ ആശുപത്രിക്ക് കൊണ്ടുപോകണം. ആ ഡോക്ടർ വരികയാണെങ്കിൽ പാണ്ടിക്കാട് ഒരു നിയോ എന്നുള്ള ആശുപത്രി ഉണ്ട്, നല്ല തിരക്കുണ്ട് അവിടെ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ പിന്നെ 159ാമത്തെ ടോക്കൺ എനിക്ക് കിട്ടിയത്. ഉച്ചയ്ക്കേ നോക്കൽ തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ വേങ്ങരക്ക് വിളിച്ചു പറഞ്ഞു, പിന്നെ എനിക്ക് വരാൻ പറ്റൂല പരിപാടിക്ക്, കാരണം എൻ്റെ ഉമ്മാനെ ആശുപത്രിക്ക് കാണിക്കണം, അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ആവശ്യം വന്നതാണ്. 159ാം നമ്പർ എങ്ങനെ ഞാൻ വരാം, ഒരുപാടൊക്കെ എങ്ങനെ എത്താം, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ ഒരു വല്ലാതെ വിഷമിച്ച് ഇപ്പം എന്താ കാട്ടുക, ഏതായാലും ഞങ്ങൾ നോക്കട്ടെ, ആരെങ്കിലും സംഘടിപ്പിച്ചോളായിരുന്നു. അങ്ങനെ ഞാൻ നജാത്ത് കോളേജിൽ പോയി തിരിച്ചു വന്നുകൊണ്ട് ഞാൻ പേരിൽ വന്നാണ്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് ഉമ്മാനെ കൊണ്ടാകാൻ വേണ്ടി വന്നപ്പോണ്ട് വേങ്ങരക്കാരവിടെ എന്നിട്ട് പറഞ്ഞു പോയപ്പോൾ അവിടെ വന്നിട്ട് എന്നെ കാണാനായിട്ട് കോളേജിൽ പോയി. കോളേജിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോഴേക്ക് ഞാൻ ആശുപത്രിയിൽ പോയില്ല, ആശുപത്രിക്കും വന്നു. ആശുപത്രിയിൽ വന്നുകൊണ്ട് പോകാതെ പറ്റില്ല. ഞാനെങ്ങനെ 159 ടാക്കനല്ലേ കിട്ടിയിരിക്കണത്, എങ്ങനെ പോരാൻ പറ്റുക? അവസാനം ഓല് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു വളവെടുത്തു. ഞങ്ങൾ ആ നമ്പർ ഉണ്ട് തരും, 159 നമ്പർ. ഇവിടുത്തെ ഡാക്ടർ നമ്പർ ഏതാ വെച്ചപ്പോൾ ഡാക്ടർ നമ്പർ അവിടെ പോയിങ്ങാണ്ട് നമ്പറും വാങ്ങിങ്ങാണ്ട് മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് പോയി. നാട്ടുകാരാണല്ലോ, വേങ്ങരക്കാരല്ലേ, ഒരു കുഞ്ഞാലിക്കുട്ടിക്ക് വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞു, പിന്നെ എങ്ങനെ ഒരാൾ ആശുപത്രിയിൽ വരുമ്പോൾ ഒന്ന് വേഗം പെടണം എന്ന് പറഞ്ഞു. ഞാൻ ഓരോടായിരുന്നു എനിക്കിത് ഇഷ്ടമല്ല, ഒരാളെ ക്യൂവിൽ മറികടന്നുകൊണ്ട് പോകണമെന്ന് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല, ഞാൻ അനുകൂലമല്ല എന്ന് ഓരോട് ഞാൻ പറഞ്ഞു. അതിലോല് പറഞ്ഞു, നിങ്ങൾ അനുകൂലമല്ല, നമ്മളും അനുകൂലമൊന്നുമല്ല, അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു. അവസാനം അങ്ങനെ പോയത്. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ തിരക്കിൻ്റെ കാര്യം പറയണത്. അങ്ങനെയുള്ള തിരക്കല്ലേ ഏത് ആശുപത്രിയിലും പോയാൽ ഈ ജാതി പേരും തിരക്ക് പോകണ ആശുപത്രിയിലൊക്കെ രോഗം കൂടുന്നതുകൊണ്ടല്ലേ. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ പെരുന്തൽമണ്ണയിൽ എത്ര മൃഗാശുപത്രി ഉണ്ട് നോക്കി. മൃഗാശുപത്രി ഉണ്ട്. അവിടുത്തെ ഡോക്ടർക്ക് എന്താ പണി? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ചെന്നാൽ ഒപ്പിട്ട് കൊടുക്കുക. മൃഗങ്ങൾക്ക് രോഗമില്ലല്ലോ. മൃഗങ്ങൾക്ക് എവിടെ രോഗം? മൃഗങ്ങളെ ശരീരവും നമ്മളെ ശരീരമൊക്കെ ഒരേ മാതിരി തന്നെ, എല്ലും ഇറച്ചിയും രക്തമൊക്കെ അതേമാതിരി തന്നെ. പക്ഷേ എന്താ മൃഗങ്ങൾക്ക് രോഗമില്ലാത്തത്? നമുക്ക് രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് രോഗം ഉണ്ടാകുന്നത് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങൾ എമ്പാടും അനുഭവിക്കണു. നമ്മൾ മൊബൈൽ ഫോണും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഉപയോഗിച്ച് എല്ലാ മൃഗങ്ങളും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കണില്ലല്ലോ. അതിൻ്റെ തരംഗം കൊണ്ടുള്ള ദോഷമൊന്നും ഒരുക്കുണ്ടാവില്ലല്ലോ. പിന്നെ മൃഗങ്ങൾ കോൾഗേറ്റ് കൊണ്ടും മറ്റേതുകൊണ്ടൊന്നും പിന്നെ പല്ല് കേൾക്കണില്ലല്ലോ. അതുകൊണ്ട് ഐറ്റങ്ങളെ പല്ല് മരണം വരെ അങ്ങനെ നിലനിൽക്കും. നമ്മളല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടേ പുതിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യമൊക്കെ മോശപ്പെട്ട് വരികയല്ലേ ചെയ്യണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഔലിയാക്കന്മാരുടെ ഇൻഫ്ലുവൻസ് നമുക്ക് സൂക്കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മീയത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചികിത്സിക്കുന്നവരെ കുറഞ്ഞു വരില്ലേ. കാരണം നമ്മുടെ മുമ്പിൽ സൗകര്യങ്ങൾ കൂടി. നമുക്ക് സൂക്കേടായാൽ നമ്മൾ പഠിച്ചവൻ ആലോചിക്കണില്ല അല്ലേ. നമ്മൾ സൂക്കേടായാൽ നമ്മൾ ആദ്യം ഡാക്ടറിനെ ആലോചിക്കണത്. എന്നിട്ട് ഡാക്ടർ പരാജയപ്പെട്ടാലേ പിന്നെ പഠിച്ചവൻ ആലോചിക്കണുള്ളൂ. യഥാർത്ഥത്തിൽ പഠിച്ചവനല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. അവിടെ ആധ്യാത്മികത, അവിടെ ഔലിയാക്കന്മാരൊക്കെ വരേണ്ടത്. നമ്മൾ ഔലിയാക്കന്മാരെ മുമ്പൊക്കെ ഔലിയാക്കന്മാർ നമ്മൾ നീർച്ചയാക്കലൊക്കെ ഉണ്ടായല്ലോ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേനെ ഒരിക്കൽ അലി ബിൻ അബി താലിബ് എന്നിട്ട് ഫാത്തിമാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹസൻ ഹുസൈൻ 2 കുട്ടികളും പനിച്ചടക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? യാ അബൽ ഹസൻ അല്ല നദർത അലബിനൈക, ഈ കുട്ടികളെ പനി മാറാനൊന്ന് നേർച്ചയാക്കി കൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ചികിത്സ അറിയില്ലേ? റസൂലിൻ്റെ ചികിത്സ ഒരു മെത്തേഡായിട്ട് തന്നെ വളർത്തിയിട്ടില്ല ഈ കാലഘട്ടത്തിൽ. തിബ്ബ നബവി ഓർ മോഡേൺ സയൻസ് ഉറുദുവിലൊരു പുസ്തകം ഞാൻ വായിച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രവും റസൂലുള്ളാഹിൻ്റെ ചികിത്സയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുള്ളൊരു പഠനം. അത്രമാത്രം ചികിത്സ റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചികിത്സ നിർദ്ദേശിച്ചത് എന്താ? ആത്മീയ ചികിത്സ നിർദ്ദേശിച്ചത്. അലി അവിടെ പോയിങ്ങാണ്ട് എഞ്ചിനീയർ എടുത്തുകൊണ്ട് കുട്ടിയെ കൊടുക്കാമെന്ന് അങ്ങനത്തെ ഒന്നുമല്ലല്ലോ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? നിങ്ങൾ ആ കുട്ടികളെ പനി മാറാനൊന്ന് നേർച്ചയാക്കി കൂടെ. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ അതാണ് ആത്മീയതയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതാ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ ഔലിയാക്കന്മാരായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്, അതുപോലെ സൂഫികളായിട്ട് ഔലിയാക്കന്മാരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ സിവിലൈസേഷൻ നാഗരികത വ്യാപകമായി വളർന്നു വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരിക ചെയ്യണത്. അതുകൊണ്ട് ഔലിയാക്കന്മാർക്ക് ഇങ്ങനെ ഞാൻ മീരാനൗലി പാപ്പാനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തെ പറ്റി ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് കുറേ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു കാരണവരോട് എന്നിട്ട് ചോദിച്ചു, ഔലിയ പാപ്പാനെ നിങ്ങൾ കണ്ടിക്കണോ ചോദിച്ചു. മീരാനൗലി പാപ്പാനെ കണ്ടിക്കണോ ചോദിച്ചു. കണ്ടിക്കണോ കാരണം. മൂപ്പര് എന്താ മൂപ്പര് അഭിപ്രായം എന്ന് ചോദിച്ചാൽ അയാൾക്ക് പിരാന്താണ് പറഞ്ഞു. പിരാന്താണെന്നേ. അപ്പോൾ എന്തേ ഇപ്പം അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അയാളൊരു സ്ഥലത്തേക്ക് ഒരു പോത്തുംവണ്ടിയിലും വരും. എന്നിട്ട് ആ പോത്തുംവണ്ടി അവിടെ വണ്ടി നിർത്തിയാണ്ട് ആ പോത്തിനിറക്കും. ആ വരുന്ന വണ്ടിയിൽ കുറേ അരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു നിർച്ചയും കഴിച്ചുകൊണ്ട് മൂപ്പര് അങ്ങനെ കുട്ടികളെ കൊണ്ട് ദിക്കറൊക്കെ ചെല്ലിക്കും. ദിക്കറ് ചെല്ലിക്കുമ്പോൾ ചെല്ലിക്കണ ദിക്കർ എന്താ? നെല്ലും പുത്തും ലായില, കാളയും പോത്തും ലായില, പെണ്ണും മണ്ണും ലായില. അപ്പോൾ ഇതാണ് പിരാന്ത് അറിയണത്. ഞാൻ പറഞ്ഞു, പടച്ച റബ്ബേ, ഇതല്ലേ തൗഹീദ്. ഔലിയാക്കന്മാർ യഥാർത്ഥത്തിലുള്ള തൗഹീദ് ഇതല്ലേ? മനുഷ്യന്മാർ ഭൗതിക ലോകത്തുള്ള നെല്ലും പുത്തും കാളയും പോത്തും പെണ്ണും മണ്ണൊക്കെ പൂജിച്ച് നടക്കുകയല്ലേ.
അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ച് നടക്കല്ലേ. നാട്ടിൽ പെണ്ണും മണ്ണും ഒക്കെ തന്നെയാണ് മുന്തിയത്, അതിൻ്റെ അപ്പുറം ഒരു പടച്ചോനുമില്ല. അള്ളാഹു അക്ബർ ഒന്നുമല്ല പലരെ സംബന്ധിച്ചിടത്തോളം, ഇതൊക്കെ അക്ബറായി വരുന്നത്. അപ്പോൾ അതേപോലെ നെല്ലും പുത്തും കാളയും പോത്തും പെണ്ണും മണ്ണും ഇലാഹല്ല, അതൊന്നും പൂജിക്കേണ്ട വസ്തുവല്ല അല്ലേ. അഫറ ഐത്ത മനിത്തഹദ ഇലാഹു ഹവാഹു അല്ല ഖുർആനിൽ പറയണില്ലേ. നമ്മുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛയെ ദൈവമാക്കിയവൻ എന്നൊക്കെ ഖുർആനിൽ ഇലാഹാക്കിയവൻ എന്നൊക്കെ വിശദീകരിച്ച് പറയണില്ലേ ഖുർആനിൽ. അപ്പോൾ അതൊന്നുമല്ല ഇലാഹ്, യഥാർത്ഥത്തിൽ ഇലാഹ് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഔലിയ പാപ്പത്തല്ലേ ചൊല്ലിക്കേണ്ടത്. യഥാർത്ഥ ദിക്റാ പഠിപ്പിക്കണത്, തൗഹീദാ പഠിപ്പിക്കണത്, അതാ യഥാർത്ഥത്തിലുള്ള തൗഹീദ്. അങ്ങനെയുള്ള തൗഹീദാണ് അവർ. കാരണം അവർ ദുനിയാവിന് വിധേയരല്ല, ദുനിയാവ് അവർക്ക് വിധേയമാണ്. അവർ ദുനിയാവിൻ്റെ ജാതി കാഴ്ചയല്ലേ കാണുന്നത്. ഫലന്മാറായിനഹു അക്ബറിനഹു കുൽനൂർ പറയണ ഹാസയില്ല അഞ്ച പഠിച്ചോനെ മഹാദാ ഭാഷ, ഇത് മനുഷ്യൻ്റെ കുട്ടിയല്ല കേട്ടോ. ഇൻഹാദാ ഇല്ല മലക്കുൻ കരി, ഇത് വാനലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലേഖയാണ് എന്ന് പറയാൻ തുടങ്ങി. ആ ജാതി സൗന്ദര്യമല്ലേ. അത്തരത്തിലുള്ള സൗന്ദര്യമുള്ള യൂസുഫിനാണ് കണ്ടതോടുകൂടി പിന്നെ ഇതിപ്പോൾ മൂപ്പത്തിയേരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഒരിക്കലും മനസ്സിലായി. അജാതി കാഴ്ചയല്ലേ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അള്ളാഹു അക്ബറാകുമ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് അസുഖറാവും. അതാ വീരാനൊരു പാപ്പ പഠിപ്പിച്ച ദീക്കറേ, അള്ളാഹു കൊണ്ട് അക്ബറാകുക അല്ലേ. ബാക്കിയുള്ളതൊക്കെ കൊണ്ട് അസുഖറാവുമ്പോഴേ അതാ ദർജഹാൻ ചു ഹുസ്നെ യൂസുഫ് കസനദീദ് ഹുസ്നെ ആൻദാറദ് ഖ യൂസുഫ് ആഫരീദ് എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ദർജഹാൻ ചു ഹുസ്നെ യൂസുഫ് കസനദീദ് ഹുസ്നെ ആൻദാറദ് ഖ യൂസുഫ് ആഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോരതൊന്ന്, കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. ഈ യൂസുഫിൻ എത്ര സൗന്ദര്യമുണ്ട്. ഇങ്ങനെയുള്ള എത്ര യൂസുഫുമാരെ പഠിച്ച അള്ളയാണ്. ആ റബ്ബാണ് ഏറ്റവും വലിയവൻ, അവൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയതെന്ന്. ആ സൗന്ദര്യം കാണുന്നവരാ ഔലിയാക്കന്മാർ. അള്ളാഹുവിനോടുള്ള ഇഷ്ക് സ്വീകരിക്കും അല്ലേ. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് ഇൽമും അക്കലും ഇഷ്കും ഉണ്ടാവും. ഇൽമു മാത്രമല്ല, അഖല് മാത്രമല്ല, ഇഷ്കും ഉണ്ടാവും. ഇൽമും അഖലും ഇഷ്കും ഉണ്ടാവുന്ന അതാണ് പിന്നെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബീരാൻ ഔലിയ പാപ്പ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ പരിസരത്ത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്വാധീനം കൊണ്ട് എത്രയെത്ര ആളുകൾ ഇതുപോലെ ഇസ്ലാമിലേക്ക് വന്നു. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയ ഭാഗത്തൊക്കെ ഇത്രമാത്രം ഔലിയ പാപ്പക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. അതേപോലെ മമ്പറം തങ്ങളെ സംബന്ധിച്ച് ചരിത്രം അറിയുന്നതല്ലേ. അവരൊക്കെ വന്നതിന് ശേഷമല്ലേ ഇസ്ലാം ദീൻ ഇവിടെ ശക്തിപ്പെട്ടവും വളർന്നതൊക്കെ. ഇവിടെ കേരളത്തിലേക്ക് ആദ്യം വന്നവർ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവരും ഔലിയാക്കന്മാർ തന്നെ അല്ലേ. സഹാബത്തല്ലേ വന്നിരുന്നത്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് മടങ്ങിപ്പോയത് ഖുറാസാനിൽക്കാണെന്ന് പറയണേ അല്ലേ. മാലിക് ദീനാർ മടങ്ങിപ്പോയത് ഖുറാസാനിൽക്കാണ് പിന്നെ തുഹഫത്തുൽ മുജാഹിദിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഔലിയാക്കന്മാരുടെയൊക്കെ അല്ലേ ബൽഖൊക്കെ ഉണ്ടല്ലോ, ഖുറാസാനിലാണല്ലോ പഴയ. അപ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും കൂടിയാണ് ആ സ്ഥലമുള്ളത് ഖുറാസാനുള്ളത്. ഏതായാലും ഇറാനിലൊരു സ്റ്റേറ്റാണ് ഖുറാസാൻ. ആ ഭാഗത്ത് ബൽഖിൽ അല്ലേ ഇബ്രാഹിമിൽ അതും തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ഔലിയാക്കന്മാരെ നമ്മൾ മനസ്സിലാക്കണ്ടല്ലോ ഖുറാസാൻ ഭാഗത്ത് നിന്നുള്ള. അത്തരത്തിലുള്ള ആ പ്രദേശത്തേക്കാണ് മാലിക് ദീനാറിനെ കേരളത്തിൽ വന്ന് ഇസ്ലാം പ്രബോധനം ചെയ്തതിനു ശേഷം മടങ്ങിപ്പോയതെന്ന് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് സുമ്മ റജ ഇലാ ഖുറാസാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഖുറാസാനിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുന്നത് ദഹബ ഇലാ ഖുറാസാൻ. ഏതായാലും പിന്നെ അങ്ങനെ ഈ നമ്മളെ കേരളത്തിലുള്ള ഔലിയാക്കന്മാരെ തന്നെ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് വരി. ആ ഔലിയാക്കന്മാരുടെ പരമ്പരയായിട്ട് ഇങ്ങനെ വരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് ഉണ്ടാക്കിയവരും അത് നിലനിർത്തിയവരും ഇന്നും ജീവിച്ചിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള എത്ര മഹത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ അവരുടെ കറാമത്തൊക്കെ നിങ്ങൾക്ക് നിശ്ചയമുണ്ടല്ലോ. അതുകൊണ്ട് അതാ വേണ്ട തരത്തിലുള്ള ഗൗരവം വേണ്ടടുത്ത് ഗൗരവം ഉണ്ടാകുക, സ്നേഹം വേണ്ടടുത്ത് സ്നേഹം ഉണ്ടാകുക. വ്യത്യസ്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുൽഖ് സ്വഭാവം അപ്പടി ജീവിതത്തിലേക്ക് പകർത്തിയിട്ടുള്ള ആൾക്കാർ. ഞാൻ ശംസുൽ ഉലമയെ സംബന്ധിച്ച് നേരെ കണ്ടുപരിചയമുള്ള ആളെന്നുള്ള എനിക്ക് പറയാം. ശംസുൽ ഉലമയെ സംബന്ധിച്ച് വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ അന്നൊക്കെ അങ്ങനെ വേറെ വൈക്കായതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടാൻ പോയിട്ടൊന്നുമില്ല. ഏതായാലും ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒക്കെ അറിയുന്നതാണല്ലോ. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നല്ല ഗൗരവമുള്ള ആളല്ലേ, വളരെ ഗൗരവമുള്ള ആളായിട്ട് ഗാംഭീര്യമുള്ള ആളായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ വല്ലാതെ അങ്ങോട്ട് അടുക്കാൻ തോന്നില്ല, അതേസമയത്ത് കുറച്ചിങ്ങനെ വിട്ടു നിൽക്കാനേ തോന്നുള്ളൂ. നിങ്ങൾ നോക്കി, ഞാൻ ശാന്തപുരം കോളേജിലുള്ള സമയത്ത് ശംസുൽ ഉലമയൊക്കെ ശാന്തപുരം കോളേജ് മാത്തര കോളേജിൽ പഠിപ്പിച്ചിരുന്നു 3-4 വർഷം. അങ്ങനെ അവിടെ ഉള്ള സമയത്ത് ഉണ്ട് ഒരു അദ്ദേഹം ഇങ്ങനെ ബസ്സിറങ്ങി, കോഴിക്കോട് നാട്ടിൽ പോയിട്ട് ബസ്സിറങ്ങിയപ്പോൾ അവിടുത്തെ മൂല്യന്മാരൊക്കെ പാടെ ഓടിപ്പോയി. ശംസുൽ ഉലമ വന്നിരിക്കുന്നു
എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടെ കോളേജിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, ശാന്തനൂർ കോളേജിൽ പഠിക്കുന്ന ചെറുക്കാനാണ്. ഓനൊരു 10-14 വയസ്സ് 15 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ. ഓൻ ചെന്നുകാണ്ട് ശംസുൽ ഉലമയുടെ പിന്നാലെ ചെന്നുകാണ്ട് മൂപ്പരെ കക്ഷത്തിലുണ്ട് ഇത് പിന്നെ അറബി പത്രമുണ്ട്. ആ അറബി പത്രത്തിൽ സ്റ്റാമ്പുണ്ട്. അപ്പോൾ ഇവന് സ്റ്റാമ്പ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കലുണ്ട്. അപ്പോൾ ഇവൻ ചെന്നുകാണ്ട് ശംസുൽ ഉലമയെ പിന്നെ ഈ പേപ്പർ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ആ സ്റ്റാമ്പ് എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശംസുൽ ഉലമയുടെ നിന്നുകാണ്ട് ഒരു ചെറിയൊരു 14 വയസ്സ് 15 വയസ്സുള്ള ഒരു ചെറുക്കാനാവുന്നങ്ങാണ്ട് ശംസുൽ ഉലമയുടെ മുമ്പിൽ ആ സ്റ്റാമ്പ് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അവിടെ നിന്നുകാണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ പേപ്പറിൽ നിന്ന് സ്റ്റാമ്പൊക്കെ പൊട്ടിച്ച് ഒട്ടിയതൊക്കെ ഇന്നൊക്കെ പറിച്ചെടുത്തുങ്ങാണ്ട് ആ കുട്ടിക്ക് കൊടുത്തു. എന്താ എവിടെ പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ശാന്തപുരം കോളേജിലാണ്. അപ്പോൾ ആയിക്കോട്ടെ മുതാമറത്തൊരു കൊട്ടും കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ കുട്ടികളോട് ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി എന്താണെന്ന് നോക്കാതെ ഏതോ അകന്നു വന്നൊരു കുട്ടി. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് അറിയണതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വശങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ അവരുടെയൊക്കെ സ്വാധീനം കൊണ്ട് വരക്കൽമുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള ഈ മഹത്തുക്കളുടെ സ്വാധീനം കൊണ്ട് അവരുടെ സ്വാധീനം കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാം ദീനം പ്രചരിച്ചത്. അതല്ലാതെ ബാക്കിയുള്ളവരിങ്ങനെ ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണ്, അതൊരു വ്യവസ്ഥിതിയാണ്, അതിൽ എന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടല്ല. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് അവർക്ക് പ്രസംഗിച്ചാൽ കേൾക്കാൻ ആളെ കിട്ടിയത് തന്നെ അതുകൊണ്ടല്ലേ. ബാക്കിയുള്ളവർക്ക് ഇസ്ലാം ജീവിത പദ്ധതിയാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ആളെ കിട്ടിയത് തന്നെ, അവർക്ക് സദസ്സ് കിട്ടിയത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരു പ്രബോധനം ചെയ്യണു, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഓതിയിട്ട് അവർ പ്രബോധനം ചെയ്യണു. പക്ഷേ സുന്നത്തിനോടും ഖുർആനോടും ആദരവുള്ള ആൾക്കാർ ഇവിടെ അല്ലെങ്കിൽ ഓതിയിട്ട് എന്താ കാര്യം? അപ്പോൾ നേർക്ക് നേരെ അവർ ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ അത് അള്ളാഹിൻ്റെ ഗ്രന്ഥമാണെന്നുള്ള പരമ്പരാഗതമായ വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുത്തതൊക്കെ ഈ മഹത്തുക്കളാണ്. ആ വിശ്വാസമുള്ളവനോടല്ലേ പായത്തോതിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനസിക പശ്ചാത്തലവും ഒരു സാമൂഹിക പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കിയത് ഈ സൂഫി വര്യന്മാരും ഔലിയാക്കന്മാരുമാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ എത്രയോ പറയാനുണ്ട്. പക്ഷേ സമയം ബാങ്ക് കൊടുത്ത് കുറേ വൈകിയിരിക്കണം, അതുകൊണ്ട് ഞാൻ പറയണില്ല. നേർക്കുനേരം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഒരുപാട് ഔലിയാക്കന്മാരുടെയും സൂഫി വര്യന്മാരുടെയൊക്കെ സമക്ഷത്തിങ്കിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ പറയാനുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഓരോരുത്തരും അനുഭവിച്ചതിനെ എനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ശരീഅത്ത് വശങ്ങളൊക്കെ അമീദ് ഫൈസി അവരുടെ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിലും അതിൻ്റെ വളർച്ചയിലും ഔലിയാക്കന്മാരും സൂഫി വര്യന്മാരും ചെലുത്തിയിട്ടുള്ള സ്വാധീനം, ആ സ്വാധീനത്തെപ്പറ്റി കുറച്ച് സംഗതികൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അവരുടെ പാതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിലനിർത്തിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള ഉച്ചഭക്ഷണം നൽകുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബന്ധുവും എക്സിക്യൂട്ടീവ് മെമ്പറുമായ ടി മുഹമ്മദ് ഹാജിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായി ശിഫയായി കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ